ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 2 കരിമീനാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് കരിമീൻ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ തലയുടെ ഭാഗമൊക്കെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ക്ലീനാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പൊടികളൊക്കെ തേച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്കിതൊന്ന് വറുത്തതിന് ശേഷം വേണം നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ. ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ലൂസായി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടെ മീനിലോട്ടൊന്ന് പരട്ടി കൊടുക്കുകയാണ്. നന്നായിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മാരിനേഷൻ എത്തത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇതിലോട്ട് തേച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ 2 മീനും ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിനിമം അരമണിക്കൂറെങ്കിലും ഈ പൊടികളെല്ലാം ഇതിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കണം. മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മസാല മിച്ചമുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതിലോട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മസാല മിക്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതലായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. 2 മീനും ഞാൻ ഇതുപോലെ ഒരേ സമയം തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഈ മീൻ ഒരുപാട് മുരിച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 സൈഡും 5 മിനിറ്റ് വീതം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ സാവകാശം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സൈഡ് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ ഒരു സൈഡും 5 മിനിറ്റോളം സമയമെടുത്തിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും ഇത് കോരി മാറ്റി വയ്ക്കുവാണ്. ഇതിൽ ബാക്കിയുണ്ടായിരുന്ന എണ്ണയിലോട്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നതെങ്കിൽ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ഇടുക. പെരിഞ്ജീരകവും നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. 2 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങും. ആ സമയത്ത് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 2 വലിയ സവോള ഇതുപോലെ ചതുരത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കിതിന് പകരം ചെറിയ ഉള്ളിയാണെങ്കിലും ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ 3 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില ഇതുകൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 3/4 സ്പൂൺ ഉപ്പ് പൊടി കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും. 3 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ഇത് വഴറ്റിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ 3 ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടുന്നിടം വരെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. 3 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് മസാലക്കൂട്ടുകളാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ചേർക്കുന്നത് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ ആദ്യമേ ചേർക്കുന്നത്. അതിനുശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ചേർക്കുന്നത്. ഫിഷ് മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കി മസാല ഇല്ലെങ്കിൽ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ പെപ്പർ പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല ഇവയൊക്കെ ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു മിക്സ് റെഡിയാവും. മസാലകൾ കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ കൂടുതലായിട്ട് വേണ്ടത് സവോളയും തക്കാളിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ പൊടികൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല ടേസ്റ്റുള്ള ഒരു മസാല മിക്സായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് ഈ മസാല ഒന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടി 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുവാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കരിമീനും നമ്മൾ തയ്യാറാക്കിയ മസാലയെല്ലാം കൂടി ചേർത്ത് വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴയില വാട്ടി തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് കെട്ടുന്ന സമയത്ത് അത് കീറിപ്പോകും. അതുകൊണ്ടാണ് വാട്ടിയെടുക്കണമെന്ന് പറയുന്നത്. ഇനി ഈ വലിയ വാഴയിലയുടെ നടുക്ക് ഞാനൊരു ചെറിയ ഇല കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയതിൽ നിന്നും കുറച്ച് മസാല ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുക. അതിനുശേഷം നമ്മൾ വറുത്തതിൽ നിന്നും ഒരു മീനെടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിലോട്ടും നമ്മൾ തയ്യാറാക്കിയ മസാല വെച്ചിട്ട് നന്നായിട്ട് ഈ മീനൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ മീൻ നമ്മൾ തയ്യാറാക്കിയ മസാല വെച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തു. ഇതുപോലെ എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു വാഴയിലയും കൂടെ വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ വാഴയില മടക്കിയെടുക്കാം. അപ്പോൾ ആദ്യമേ ഇതുപോലെ ഈ സൈഡിൽ നിന്നും മടക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി 2 സൈഡിൽ നിന്നും ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഇനി ഞാനിതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം വാഴനാര് കൊണ്ട് തന്നെ ഇത് ഞാനൊന്ന് കെട്ടി വയ്ക്കുവാണ്. നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം മുറുക്കി തന്നെ ഇത് കെട്ടുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മീനും വാഴയിലയിൽ വെച്ചതിന് ശേഷം മസാല കൊണ്ട് കവർ ചെയ്ത് നന്നായിട്ട് കെട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിലോട്ട് 1.5 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കണം, കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാഴയില ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1.5 സ്പൂൺ എണ്ണ മതിയാവും. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലോട്ട് വച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലും സിമ്മിലും ഒക്കെ ആയിട്ട് മാറ്റിയിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. 2 മീനും മറിച്ചിട്ടതിന് ശേഷം വീണ്ടും 5 മിനിറ്റോടുകൂടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോഴത്തേനും നമുക്ക് മറുപുറം കൂടി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഈ വാഴയിലയിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റുവാണ്. ഇതിപ്പം കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഫൈനലി കിട്ടുന്നത്. ഇനി നമുക്കിത് കപ്പയുടെയോ ചോറിൻ്റെയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളതുപോലെ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂട്ടത്തിൽ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.